അങ്ങനെ നമ്മുടെ ലോഡായിട്ടുണ്ട്. ലോഡ് കയറ്റിക്കൊണ്ടിരിക്കുവാണ്. രണ്ട് ദിവസം ലോഡില്ലാണ്ട് കിടന്നിട്ട് വേഗം ലോഡ് കിട്ടിയപ്പോൾ ഞങ്ങൾ ഓടി തടിയെടുത്തു. ലോഡൊക്കെ കയറ്റി പോന്നു. ഇപ്പോൾ ചായ കുടിക്കാനായിട്ട് കയറുവാണ് കേട്ടോ. അവിടുന്ന് ലോഡ് കയറ്റി ഇറങ്ങിയത് ഞങ്ങളൊരു ചായ കുടിക്കാനായിട്ട് കയറി. അങ്ങനെ ഞങ്ങൾ ചായ സമൂസയൊക്കെ കഴിച്ച് വേഗം വണ്ടി തന്നെ കയറി. കാരണം എന്താണെന്ന് വെച്ചാൽ അധികം സമയം സ്പെൻഡ് ചെയ്യാനില്ല. 5 മണിയാകുമ്പോഴത്തേക്കും വെളുപ്പിന് 5 മണിയാകുമ്പോഴത്തേക്കും നമ്മൾ നാട്ടിലെത്തുന്ന അവരെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ലോഡ് ഇറക്കാനായിട്ട്. അപ്പോൾ അവർ രാവിലെ 5 മണിക്ക് വന്ന് വെയിറ്റ് ചെയ്യും. അപ്പോൾ അത് ലക്ഷ്യമാക്കി നമ്മൾ ചാടി വണ്ടി കയറിയിട്ടുണ്ട്. കേരളത്തിൽ കാണാത്തൊരു കാഴ്ചയാണ് കേട്ടോ. എന്നാന്ന് വെച്ചാൽ ഹൈവേയിൽ ഇതുപോലെ വണ്ടികൾക്ക്, അതായത് ലോറികൾക്ക് പാർക്ക് ചെയ്യാനായിട്ടൊരു ഏരിയ. അപ്പോൾ ഇത് കേരളത്തിലില്ല എന്നാണ് നിഗമനം. അപ്പോൾ ഇതുപോലെ ഹൈവേ തന്നെ വണ്ടികൾക്ക് പിന്നെ ലോറികൾക്ക് പാർക്ക് ചെയ്യാനായിട്ടൊരു ഏരിയ കൊടുത്തിട്ടുണ്ട്. അവിടെ തന്നെ ഡ്രൈവർമാർക്ക് ഫ്രഷ് ആവാനും മറ്റ് സൗകര്യങ്ങൾക്കും ഒക്കെ ഒരുക്കിയിട്ടുണ്ട്. ഈ പോകുന്ന ലോഡ് കോയിലാണ്, അതായത് പിന്നെ സ്ക്വയർ പൈപ്പ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഈ ഷീറ്റ്, ഇരുമ്പിന്റെ ഷീറ്റാണ് ഈ ലോഡ് പോകുന്നത്. നമ്മൾ കേരളത്തിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഫുഡ് കഴിക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. നമ്മൾ ഓർഡർ ചെയ്തിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ബിരിയാണിയാണ്. പോപ്പിക്കുട്ടന് ഇത്രയും ദിവസം ദോശ നിന്ന് മടുത്തു. അപ്പൊ ബിരിയാണി വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ബിരിയാണിയാണ് നമ്മൾ ഓർഡർ ചെയ്തത്. ചേട്ടായി പൊറോട്ടയും ഗ്രീൻ പീസ് കറിയാണ്. ഫുഡൊക്കെ കഴിച്ചു. അങ്ങനെ ഞങ്ങൾ നേരെ പോവാണ്. അപ്പോൾ 5 മണിയാകുമ്പോഴത്തേക്കും നമ്മൾ എത്തണം. കുറച്ച് നേരം വൈകിട്ടുണ്ട്. എത്തുമെന്ന് അറിയത്തില്ല. ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ എത്തി. 5 മണിക്ക് എത്തിയില്ല, 6:30 ആയി. അപ്പോൾ രാവിലെ 5 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഇവിടെ ലോഡ് ഇറക്കാനൊക്കെ ആയിട്ട് അവർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ നേരം അവർ വെയിറ്റ് ചെയ്തു തോന്നുന്നു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നുണ്ടായിരുന്നു എവിടെ എത്തിയെന്നൊക്കെ ചോദിച്ചിട്ട്. അങ്ങനെ 6:30 ആയപ്പോഴാണ് എത്തിയത്. അവർ ഇരുന്ന് മടുത്തു, ഉറങ്ങിയെന്ന് തോന്നുന്നു 1 മണിക്കൂർ. അപ്പോൾ ലോഡ് എങ്ങനെയാണ് ഇറക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെയുള്ള പിക്കപ്പ് 2-3 എണ്ണം കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിൽ അവരും ലോഡ് മാറ്റി കയറ്റിയിട്ട് വേണ്ട സ്ഥലങ്ങളിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് അവർ ലോഡ് കയറ്റുന്ന സമയം കൊണ്ട് നമ്മൾ അവരുടെ ബൈക്ക് എടുത്തിട്ട് നേരെ വീട്ടിൽ പോവുകയാണ്. ഇപ്പൊ വണ്ടി അവിടെ സേഫ് ആണ്. ഇനിയിപ്പോ ലോഡ് ആവുന്നതിനനുസരിച്ച് പോയി വണ്ടി എടുത്താൽ മതി, അവർ ലോഡ് ഇറക്കിക്കോളും. അപ്പൊ നമ്മൾ നേരെ ധൃതി പിടിച്ച് വീട്ടിലേക്ക് പോകുന്നതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ എന്റെ ഫ്രണ്ട് നീതു ഇസ്രായേലിലേക്ക് പോവാണ്. അപ്പൊ അവളെ ഒന്ന് കാണണം, അതിന് വേണ്ടിയിട്ടുള്ള പോക്കാണ്. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്